ഹലോ ഗൈസ്, വെൽക്കം ടു ദി ചാനൽ. നമ്മളിപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ EJS ടെംപ്ലേറ്റിംഗ് എഞ്ചിൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ പഠിച്ചു അല്ലെ. ഇന്ത്യ ടുഡേ ഒരു വെബ്സൈറ്റ് നമ്മൾ ക്ലോൺ ചെയ്തുകൊണ്ട് പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് EJSന് പകരം എങ്ങനെ പഗ് ടെംപ്ലേറ്റിംഗ് എഞ്ചിൻ യൂസ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, പഗ് എന്ന് പറയുന്ന ടെംപ്ലേറ്റിംഗ് എഞ്ചിൻ നേരത്തെ അറിയപ്പെട്ടിരുന്നത് ജെയ്ഡ് എന്ന പേരിലായിരുന്നു. ഓക്കെ, ഇത് നോഡിനും അതേപോലെ എക്സ്പ്രസ് JS ഒക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റിംഗ് എഞ്ചിനാണ് ജെയ്ഡ് എന്ന്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പഗ് എന്ന് പറയുന്നത്. അത് ക്ലീൻ ഇൻഡന്റേഷൻ ബേസ്ഡ് സിന്റാക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് HTML ജനറേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ കോഡ് ഭയങ്കര റീഡബിളും എഫിഷ്യന്റും ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം പഗ്. ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നോർമലി നമ്മുടെ npm ഇൻസ്റ്റാൾ പഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പഗ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് നമ്മൾ ടെംപ്ലേറ്റിംഗ് എഞ്ചിൻ ചേഞ്ച് ചെയ്യണം. അപ്പൊ വ്യൂ എഞ്ചിൻ എന്ന് പറയുന്നത് ഇവിടെ EJS ആയിരുന്നു, EJS മാറ്റിയിട്ട് നമ്മൾ പഗ് ആക്കുന്നു. ഫസ്റ്റ് തിങ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഓപ്ഷനിലായിട്ട് ആപ്പ് സെറ്റ് വ്യൂസ് എന്ന് പറയുന്നത് ഡോട്ട് വ്യൂസിന്റെ പേജ്, അതായത് ഡിഫോൾട്ട് ആയിട്ട് പഗ് ഡോട്ട് പഗ് ഫയൽസ് എല്ലാം സ്റ്റോർ ആവുന്നത് വ്യൂസ് എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആപ്പ് ഡോട്ട് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ ആവശ്യമില്ല, കാരണം ഡിഫോൾട്ട് ആയിട്ട് വ്യൂസ് തന്നെയായിരിക്കും പഗ് ഫയൽസ് ക്രിയേറ്റ് ആവുന്ന ഫോൾഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യൂസ് ഫോൾഡറിന്റെ അകത്തായിരിക്കും നമ്മുടെ പഗ് ഫയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ ആവശ്യമില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ വ്യൂ എഞ്ചിൻ മാറ്റി പഗ് ആക്കി. ഇനി നമുക്ക് പഗിനായിട്ട് ഫസ്റ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത്? വ്യൂസിന്റെ നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയൽ കൊടുക്കാം, എന്തെങ്കിലും ഒരു ഫയൽ കൊടുക്കാം. ടെസ്റ്റ് ഡോട്ട് പഗ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യണം. ഞാൻ പ്രത്യേകം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെ ടൂൾസ് ഇത് കാണിക്കുന്നത്, ലോഗോ ഒക്കെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് പഗ് ടെസ്റ്റ് ഡോട്ട് പഗ് എന്ന് പറയുന്ന ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ അത് നമുക്ക് ഇൻഡന്റേഷൻ ബേസ്ഡ്, അതായത് പൈത്തൺ ലാംഗ്വേജ് അറിയാതെ നമുക്കൊക്കെ അറിയാം, ഇൻഡന്റേഷൻ സ്പേസിനനുസരിച്ചായിരിക്കും നമുക്ക് ഓരോരോ കണ്ടന്റുകൾ ക്രിയേറ്റ് ആയി കിട്ടുന്നത്, അല്ലെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൈത്തൺ ചെയ്യുന്നത്. ഇത് ഏകദേശം അതേപോലെയാണ് ഞാൻ കാണിച്ചത്. ഡോക് ടൈപ്പ് നമ്മൾ HTML കൊടുക്കുന്നു, അതേപോലെ HTML സ്റ്റാർട്ട് ചെയ്തു, അതിനകത്ത് ഹെഡ് കൊടുക്കുന്നു, പിന്നെ നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നു, എന്താണ് മൈ സാമ്പിൾ പഗ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഹെഡ് കഴിഞ്ഞ് ബോഡി കൊടുക്കാം. ബോഡിക്കകത്ത് ഇപ്പം ഒരു H1 ടെംപ്ലേറ്റ് H1 ടാഗ് കൊടുക്കാം, ഹലോ വേൾഡ് കൊടുക്കാം, പിന്നെ കൊടുക്കാം ഒരു പാരഗ്രാഫ് കൊടുക്കാം, ദിസ് ഈസ് എ സാമ്പിൾ പാരഗ്രാഫ്. ഓക്കെ, ഇങ്ങനെ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എഴുതി കൊടുക്കുന്നു. അതായത് നമുക്ക് HTML-ലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് തരും ഓട്ടോമാറ്റിക്കായിട്ട് പഗ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പഗ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ഇതിനായിട്ട് ഒരു റൗട്ട് എഴുതണം അല്ലെ. നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു റൗട്ട് എഴുതാം, ആപ്പ് ഗെറ്റ് ടെസ്റ്റ് എന്ന് തന്നെ കൊടുക്കാം. നമ്മുടെ റിക്വസ്റ്റ് റെസ്പോൺസ് നമ്മളിനി ഇവിടെ റെസ്പോൺസ് ഡോട്ട് റെൻഡർ ചെയ്യും അല്ലെ. നമ്മുടെ വ്യൂസിന്റെ അകത്തെ ഡിഫോൾട്ട് പാത്ത് എന്ന് പറയുന്ന ഫോൾഡർ പാത്ത് എന്ന് പറയുന്ന വ്യൂസ് ആണ്. വ്യൂസിനകത്ത് ടെസ്റ്റ് ഡോട്ട് പഗ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ടെസ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഡേറ്റ എന്നില്ലാത്ത ഡേറ്റ കൊടുക്കണം, ജസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റ് /ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം കോൾ ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫയല് എടുത്തിട്ട് അതിനായിട്ടുള്ള എന്ത് ക്രിയേറ്റ് ചെയ്യും? HTML ക്രിയേറ്റ് ചെയ്യും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് ഇവിടെ /ടെസ്റ്റ് കൊടുക്കും. HTML ജനറേറ്റ് ആവും. സർവർ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് എന്നിട്ട് ഈ പേജ് റീലോഡ് ചെയ്യാം. ഹലോ വേൾഡ്, ദിസ് ഇസ് എ സാമ്പിൾ പാരഗ്രാഫ്. ഇനി ഇതിന് നമുക്ക് ഇൻസ്പെക്ട് എലമെന്റ് എടുത്ത് നോക്കാം. കണ്ടോ, നമുക്ക് വേണ്ടിയിട്ടുള്ള HTML ടൈറ്റിൽ ഹെഡ് എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ആയി തന്നു. ടാഗ് ഓപ്പൺ ആയി, ടാഗ് ക്ലോസ് ആയി, എല്ലാത്തിന്റെ അതായത് ടാഗുകളെല്ലാം ഓപ്പൺ ആയി ക്ലോസ് ആയി. അപ്പൊ ഇതാണ് പഗ് ടെംപ്ലേറ്റിംഗ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്ത് തരും? നമ്മുടെ HTML ഫയൽസിനെ ക്രിയേറ്റ് ആക്കി തരും. അതിന്റെ ഒരു ഫോർമാറ്റ് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി ഇതിന്റെ പല സിനേരിയോസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഫസ്റ്റ് വൺ നമുക്ക് ഇതിനകത്ത് ഡേറ്റ പാസ് ചെയ്യണമെന്ന് വിചാരിക്കും. ഈ ഒരു ഫയലിലേക്ക് നമുക്ക് ഡേറ്റ പാസ് ചെയ്യണം. എന്ത് ചെയ്യും? നമുക്ക് ടൈറ്റിൽ മാറ്റണം, അതേപോലെ H1 ടാഗ് മാറ്റണം, പാരഗ്രാഫ് മാറ്റണം. ഓക്കെ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വാല്യൂ പാസ് എന്ത് ചെയ്യും? നോർമലായിട്ട് നമ്മൾ വാല്യൂ പാസ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു റെൻഡർ ചെയ്യുന്ന ഫയലിനകത്ത് പോയിട്ട് നമ്മൾ ഡേറ്റ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇത് അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പൊ നമുക്ക് ടൈറ്റിൽ ഡൈനാമിക് ടൈറ്റിൽ എന്നോ എല്ലാം കൊടുക്കാം. ഡൈനാമിക് ടൈറ്റിൽ എന്താണ്? ടൈറ്റിൽ H1 ടാഗ് P ടാഗ് അല്ലെ. H1 എന്ത് കൊടുക്കാം? 1 തിരിച്ചറിയാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. ഇവിടെ P ടാഗ്. P ടാഗ് എന്താണ്? ദിസ് ഈസ് എ P ടാഗ് ഡൈനാമിക്കലി റെൻഡർ. ഇത്രയും നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തു. ഇനി വന്ന് ഇത് നമുക്ക് ഇതിന്റെ അകത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേ ടെസ്റ്റ് എന്ന് പറയുന്ന പഗ് ഫയലിലേക്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഇപ്പോഴും നമ്മൾ എടുത്തിട്ടില്ല അല്ലേ. നമുക്ക് അത് കാരണം ഇത് ചുമ്മാ റൺ ചെയ്ത് നോക്കാം. ഒന്നും സംഭവിക്കുന്നില്ല, ഒരു ചേഞ്ചും ഇല്ല. കാരണം നമ്മൾ അതിനെ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് അതിനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്? അത് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഗിന്റെ ഒരു ഇന്റർപോളേഷൻ ടെക്നിക്ക് ഉണ്ട്. അതായത് നമുക്ക് ഇതിന് പകരമായിട്ട് നമ്മളൊരു ഹാഷ് ഇട്ട് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് നമ്മൾ അവിടുത്തെ വേരിയബിളിന്റെ പേര് എന്താണ് ആ വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ആവും. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ അടുത്ത ഹാഷ് ഇട്ടു, H1 കൊടുത്തു, ഹാഷ് ഇട്ടു, P കൊടുത്തു.
ഓക്കെ, ഞാൻ ഇവിടുന്ന് കൊടുത്തേക്കുന്ന 3 വേരിയബിളിനെ പേര് അവിടെ ഹാഷ് ഇട്ടിട്ട് കൊടുത്തു. ഇനി ആ വാല്യൂ അവിടെ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഹലോ വേൾഡ്, ദിസ് ഇസ് എ സാമ്പിൾ പാരഗ്രാഫ് ആയിരുന്നു. റീലോഡ് ചെയ്യുക. സാമ്പിൾ ഹെഡിംഗ് 1 വന്നു. ദിസ് ഇസ് എ പി ടാഗ് ഡൈനാമിക്കലി റെൻഡേർഡ്. കേട്ടോ, നമ്മുടെ ഹെഡിംഗ് കൂടെ നോക്കാം. ടൈറ്റിലും വന്നു, ഡൈനാമിക് ടൈറ്റിൽ. കണ്ടോ, ഡൈനാമിക് ടൈറ്റിൽ വന്നു. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പാസിംഗ് ഡേറ്റ ടു എ പബ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കോഡ് സ്നിപ്പറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. അതായത് മറ്റു ഫയലിനകത്ത് കിടക്കുന്ന കോഡ് നമുക്ക് ഇതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്ത് എങ്ങനെ എടുക്കുന്നത് നോക്കാം. അതായത് എളുപ്പത്തിൽ പറഞ്ഞ ഹെഡറും ഫൂട്ടറും ഒക്കെ നമ്മൾ വേറെ എല്ലാ ഫയലിനകത്ത് നമുക്ക് കൊണ്ടിട്ടേച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു ഫയലിനകത്ത് എഴുതി വെച്ചിരിക്കും. ആ ഫയൽ എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ അതിനകത്ത് എന്താണ് ഫയൽ ഹെഡർ ഡോട്ട് പബ് എന്ന് കൊടുക്കുക. അപ്പൊ ഈ ഹെഡറിന്റെ അകത്തുള്ള ഡേറ്റ ആയിരിക്കും നമുക്ക് ഈ ടെസ്റ്റിന്റെ അകത്ത് വരേണ്ടത്. ഓക്കെ, അതിനായിട്ട് ജസ്റ്റ് ഒരു എന്ത് കൊടുക്കാം, ഒരു നാവ് ബാർ കൊടുക്കാം, അതിനകത്ത് ഒരു UL കൊടുക്കാം, എല്ലാവരും ലിങ്ക് കൊടുക്കാം. എന്തൊക്കെയാണ് ഹോം, അബൌട്ട്, കോൺടാക്ട്. ഈ ഒരു ഹെഡർ ഡോട്ട് പഗ് നമുക്ക് ഈ ടെസ്റ്റ് ഡോട്ട് പഗിന്റെ നമുക്ക് ലോഡ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബോഡിക്കകത്ത് തന്നെ ലോഡ് ചെയ്യും. ബോഡിക്കകത്ത് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് കൊടുക്കും. ഇൻക്ലൂഡ് ആണ് അതിന്റെ കീവേഡ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡ് കൊടുക്കും. പിന്നെ നമ്മുടെ പഗിന്റെ പേര് ഹെഡർ ഡോട്ട് പഗ്. പഗ് ആയതുകൊണ്ട് ഹെഡർ മാത്രം മതി. ഹെഡർ എന്ന് കൊടുക്കും. നമ്മൾ പോയിട്ട് ആ ഒരു പേജ് റീലോഡ് ചെയ്ത് നോക്കും. റീലോഡ് ചെയ്ത് കണ്ടോ, ആ പേജിൽ നിന്ന് ആ ഡേറ്റ ഇവിടെ വന്നു. ഇപ്പൊ ഇതിന് സ്റ്റൈലിംഗ് ഒക്കെ ഉണ്ട്. ഈ ഹെഡറിന് സ്റ്റൈലിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കണ്ടന്റ് എല്ലാം നമുക്ക് കറക്റ്റ് മെനു ബാർ പോലെ തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് ഫൂട്ടർ ആഡ് ചെയ്യാം, വേറെ ഡൈനാമിക് കണ്ടന്റ്സ് ആഡ് ചെയ്യാം. അതിനൊക്കെ ആയിട്ട് ഈ ഇൻക്ലൂഡ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. മിക്സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീയൂസബിൾ ബ്ലോക്സ് ഓഫ് HTML. റീയൂസ് ചെയ്യാൻ പറ്റുന്ന HTML ബ്ലോക്കുകളാണ് മിക്സിൻസ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ന്യൂ ഫയല് ബട്ടൺ ഡോട്ട് പഗ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇതിന് ഒരു മിക്സിൻ എന്ന് പറയും. മിക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റീയൂസ് ചെയ്യാൻ പറ്റുന്ന കോഡ് ബ്ലോക്കുകൾ. ഓക്കെ, അത് HTML ബ്ലോക്കുകളാണ് മിക്സിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബട്ടൺ എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കാം. അതിനകത്ത് ഒരു ടെക്സ്റ്റ്, അതായത് ഫസ്റ്റ് മിക്സിൻ എന്ന് പറഞ്ഞ കീവേഡ് എഴുതാം. പിന്നെ എന്താണോ ആ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഫയലോട് ഉദ്ദേശിക്കുന്നത് എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പേര്, എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ആ ആർഗ്യുമെന്റ്, പിന്നെ നമ്മുടെ ആ ഒരു ബട്ടൺ ഈക്വൽ ടു ടെക്സ്റ്റ്, അതിന്റെ ബട്ടണിന്റെ ടെക്സ്റ്റ് എന്താണ് ആ ടെക്സ്റ്റ് എടുക്കും. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫയലിന്റെ അകത്ത് ഈ ഒരു ബട്ടണിനെ കൊണ്ട് ഇടാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ബട്ടൺ എന്ന് പറഞ്ഞ സാധനത്തിന് അത് നമ്മൾ വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബട്ടന്റെ ടെക്സ്റ്റ് ഇല്ലേ, ബട്ടന്റെ കണ്ടന്റ് എന്താണോ ആ കണ്ടന്റ് അങ്ങനെ മാറിക്കും. നമുക്ക് നോക്കാം. ഇനി നമുക്ക് മിക്സിന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് വെച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതിനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് പ്ലസ് ബട്ടൺ ആഡ് ചെയ്യണം. പ്ലസ് ഇട്ടിട്ട് നമ്മൾ ബട്ടൺ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് വേണമെങ്കിൽ സബ്മിറ്റ് എന്ന് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു എന്ത് കൊടുക്കാം, ക്യാൻസൽ എന്ന് പറഞ്ഞ കാരണം കൊടുക്കാം അല്ലേ. അപ്പൊ ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റും ക്യാൻസലും പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് ബട്ടൺ ക്രിയേറ്റ് ആവും, സബ്മിറ്റിന്റെയും ക്യാൻസലിന്റെയും. അപ്പൊ ഇതിനകത്ത് ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു നല്ല സ്റ്റൈലിൽ ആ ഒരു ബട്ടൺ കിട്ടിക്കോളും നിങ്ങൾക്ക്. അപ്പൊ ഈ ഒരു പ്ലസ് സൈൻ ഇട്ടുകൊണ്ട് ബട്ടൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിന്റെ പേരെന്താണോ ആ പേര് ആഡ് ചെയ്തിട്ട് അതിനകത്ത് എന്താണോ വാല്യൂ അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബട്ടൺ ക്രിയേറ്റ് ആവും. നമുക്ക് ഇതിലൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. സോറി, ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ചത്. നമ്മൾ മിക്സിനും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു. ഇൻക്ലൂഡ് നമ്മുടെ മിക്സിന്റെ വരുന്നതാണ് ബട്ടൺ അല്ലേ. ബട്ടൺ നമ്മൾ മിക്സിനോട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇനി റീലോഡ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ ബട്ടൺ ക്രിയേറ്റ് ആയി നമ്മൾ കൊടുത്തിരുന്ന പേര് എന്തായാലും ബട്ടൺ പേര് കൊടുത്തിരുന്നത് സബ്മിറ്റ് ക്യാൻസൽ. നമുക്ക് എക്സാമ്പിൾ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. സബ്മിറ്റ് വേണമെന്നാക്കി നോക്കാം. സബ്മിറ്റ് വേണം ക്യാൻസൽ. കണ്ടോ, ഇങ്ങനെയാണ് മിക്സിൻസ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഇൻക്ലൂഡ്സ് പഠിച്ചു, ഇപ്പം മിക്സിംഗ് പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് എന്താ പഠിക്കാനുള്ളത്, ഇൻഹെറിറ്റൻസ് പഠിക്കും. അതായത് ബേസ് ടെംപ്ലേറ്റ്സ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റു ടെംപ്ലേറ്റ്സ് ഉപയോഗിക്കാൻ പറ്റും. അതായത് പേരന്റ് ക്ലാസിന്റെ ഫംഗ്ഷനാലിറ്റീസ് ചൈൽഡ് ക്ലാസ്സിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് എന്ത് പറയുന്നത്, ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ടെസ്റ്റ് ബാക്കി നമ്മുടെ ഡേറ്റ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ലേ ഔട്ട് എന്ന് കൊടുക്കാം. ലേ ഔട്ട് ഡോട്ട് പഗ് എന്ന് കൊടുക്കാം. ഇതിന്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഒരു കണ്ടന്റ് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ വേറെ കണ്ടന്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ബോഡിക്കകത്ത് നാവ് ULLI അതുപോലെ ബ്ലോക്ക് കണ്ടന്റ് പോലെ ഇട്ടിട്ടുണ്ട്. ഈ ലേ ഔട്ടിനെ നമുക്ക് എവിടെ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലേ ഔട്ടുള്ള കണ്ടന്റ് ഒന്നും നമുക്ക് പിന്നെ എഴുതേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റ അവിടെ കിട്ടും. ലേ ഔട്ടിനെ ഞാൻ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഞാൻ ഒരു ബ്ലോക്ക് കോഡ് എഴുതുന്നു, കണ്ടന്റ് H1 കൊടുക്കുന്നു. വെൽക്കം ടു സംഭവിക്കും. ഞാനിപ്പോ ഈ ഫയലിനകത്ത് ആകെപ്പാട് എഴുതിയേക്കുന്നത് ലേ ഔട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്തു, ജസ്റ്റ് ഒരു ബ്ലോക്ക് കണ്ടന്റ് എഴുതിയേക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ലേ ഔട്ടിന്റെ അകത്തുള്ള സകല സാധനങ്ങളും ഇതിനകത്തോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്ന് റൺ ചെയ്ത് നോക്കാം. വെൽക്കം ടു പഗ് വന്നു. അതേപോലെ ഈ ലേ ഔട്ടിലുള്ള സാധനങ്ങളാണ് എന്തൊക്കെ, ഈ ഹോം, അബൌട്ട്, കോൺടാക്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ അല്ലേ. നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് ഹോം 1 എന്ന് കൊടുക്കാം. ഹോം 1 കേട്ടോ. അപ്പോൾ ഇതിനാണ് എക്സ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു, അതായത് പഗിന്റെ മറ്റൊരു ഫീച്ചറാണ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു ഡേറ്റ റെൻഡർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിനകത്ത് ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ടെസ്റ്റിനകത്ത് H1 പാസ് ചെയ്യാം. H1 നമ്മൾ ഹാഷ് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഡേറ്റ എടുത്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ H1 വരുന്ന സാധനങ്ങളെല്ലാം അപ്പർ കേസിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മൊത്തം അപ്പർ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് വന്നിട്ട് H1 കൊടുക്കുക, ഒരു പൈപ്പ് സിമ്പിൾ കൊടുക്കുക,
എന്നിട്ട് നമ്മൾ അപ്പർ കേസിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് ഇതിനകത്ത് നമ്മൾ ഫിൽറ്റർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഓർ അല്ല, ഓർ സിമ്പിൾ അല്ല, ഇത് പൈപ്പ് സിമ്പിൾ ആണ്. അപ്പൊ H1 നമ്മൾ അപ്പർ കേസ് എന്ന് പറയുന്നത് ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ടെക്സ്റ്റിന് ഇങ്ങനെ അപ്പർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വേരിയബിൾ എന്നാണ് അതിന്റെ വാല്യൂ അപ്പർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ടെക്സ്റ്റ് കണ്ടന്റ് എല്ലാം അപ്പർ കേസ് ആയിട്ട് കിട്ടും. അപ്പർ കേസ്, ലോവർ കേസ് എന്ത് വേണം നമുക്ക് കൊടുക്കാം. അതിനായിട്ടുള്ള നമുക്ക് ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ്, എങ്ങനെ ഇതിനകത്ത് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാം. കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? ഇഫ് എൽസ്, ഫോർ ഈച്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. സിമ്പിൾ ആണ്, സെയിം ആണ്, സെയിം ലൈക്ക് ജാവാസ്ക്രിപ്റ്റ്, സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്കപ്പം ഇവിടുന്ന് വരുന്ന ഡേറ്റ എന്താണ്? ഇപ്പോ നമുക്ക് ഒരു ഡേറ്റ കൂടെ കൊടുക്കാം, വാലിഡ് യൂസർ 1 എന്ന് കൊടുക്കാം. നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യണം, എന്താണ് ഈ യൂസർ വാലിഡ് ആണോ ചെക്ക് ചെയ്യണം. ഇഫ് വാലിഡ് യൂസർ ജസ്റ്റ് ഡയറക്റ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ട്രൂ ആണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. വാലിഡ് യൂസർ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കൊരു ഇത് കൊടുക്കാം, വെൽക്കം ടു ദ സൈറ്റ് എന്ന് കൊടുക്കാം. വാലിഡ് അല്ലെങ്കിൽ എന്ത് വരും, എൽസ് ആണെങ്കിൽ ഈ കൊടുക്കാം, യു ആർ നോട്ട് ഓതറൈസ് എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വെൽക്കം ടു ദ സൈറ്റ് വന്നു, അവിടെ വാലിഡ് യൂസർ ആയതുകൊണ്ട് വെൽക്കം ടു ദ സൈറ്റ് വന്നു. വാലിഡ് അല്ലായിരുന്നെങ്കിൽ എന്ത് പറ്റിയാൽ നമുക്ക് ഇൻവാലിഡ് യൂസർ വന്നു, ഇവിടെ 0 കൊടുത്തു നോക്കി, യു ആർ നോട്ട് ഓതറൈസ് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇഫ് എൽസ് കണ്ടീഷൻ എഴുതുന്നത്. ഇതേ കേസ് തന്നെ നമുക്ക് ഫോർ ഈച്ചും കൊടുക്കാം വേണമെങ്കിൽ. അതായത് ഫോർ ഈച്ച് എന്ന് പറഞ്ഞിട്ട് ഈച്ച് ഐറ്റം എന്ന് കൊടുക്കാം ഇൻ ഐറ്റംസ്. നമ്മുടെ സെയിം ഫോർ ഈച്ച് തന്നെ, ജാവാസ്ക്രിപ്റ്റിലൂടെ സെയിം ഫോർ ഈച്ച് തന്നെ. അപ്പം ഐറ്റംസ് എന്ന് പറയുന്ന അറേക്കകത്ത് ഉള്ള ഓരോ ഐറ്റംസിനെയും ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈച്ച് ഐറ്റംസ് കൊടുക്കുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് L ഈക്വൽ ടു ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോന്നിന്റെ വാല്യൂ എടുത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ലിസ്റ്റിലേക്ക്, അതായത് ഓർഡർ ലിസ്റ്റോ അൺഓർഡർ ലിസ്റ്റിലേക്കോ നമുക്ക് ഈ വാല്യൂസ് എടുത്ത് സെറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഫോർ ഈച്ച് യൂസ് ചെയ്യാം, അതേപോലെ ഇഫ് എൽസ് കണ്ടീഷൻസ് യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു hrefന്റെ ലിങ്ക് കൊടുക്കണമെന്ന് വിചാരിക്കാം. അതാണ് നമ്മൾ എങ്ങനെ ചെയ്യും. നമുക്കൊരു hrefന്റെ ലിങ്ക് കൊടുക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എ കൊടുക്കുക, ആങ്കർ ടാഗ് കൊടുക്കുക, ആങ്കർ ടാഗിനായിട്ട് എ കൊടുക്കുക, എന്നിട്ട് അതിനകത്തൊരു ബ്രാക്കറ്റ് കൊടുക്കുക, ബ്രാക്കറ്റിനകത്ത് href കൊടുക്കുക, എന്നിട്ട് എന്ത് കൊടുക്കുക, നമ്മുടെ ലിങ്ക് കൊടുക്കുക. ഇപ്പോൾ എബോട്ട് എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ എബോട്ട് സ്പേസ് തിരിച്ചറിയാൻ വേണ്ടി പേ എന്ന് എഴുതി കൊടുക്കാം. ഇനി ഈ ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് റീലോഡ് ചെയ്ത് നോക്കാം. എബോട്ട് സ്പേസ് ലിങ്ക് വന്നിട്ടുണ്ടോ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എബോട്ടിലോട് പോകും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് എന്ത് കൊടുക്കുന്നത്, ലിങ്ക് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു ക്ലാസ്സോ ഐഡിയോ എന്തെങ്കിലും കൊടുക്കണമെന്ന് ചെയ്യാൻ, ഇപ്പോൾ ഡിവ് ഒരു ഡിവ് ഉണ്ട്, ഈ ഡിവിന് ക്ലാസ് ഐഡി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് സെയിം ബ്രാക്കറ്റിനകത്ത് ഇപ്പോൾ കണ്ടെയ്നർ എന്ന് പറഞ്ഞ ക്ലാസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടെയ്നർ കൊടുക്കാം. അതേപോലെ ഇതിന് ഐഡി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹോം ആയിട്ട് കൊടുക്കണം, ഐഡി ഈക്വൽ ടു എന്ന് പറയുന്നത് മെയിൻ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഇത് റീലോഡ് ചെയ്യാൻ നോക്കാം. റീലോഡ് ചെയ്ത് നോക്കിയാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഡിവ് ക്ലാസിക്കൽ കണ്ടെയ്നർ ഐഡി ഈക്വൽ ടു ബി, ഡിവ് ക്ലോസ് ആയി കേട്ടോ. ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങളും പഗ് ടെംപ്ലേറ്റിംഗ് എഞ്ചിൻ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് കമന്റിന്റെ കോഡ് എഴുതണമെന്നുണ്ടെങ്കിൽ നോർമൽ കമന്റ് തന്നെ ഡബിൾ സ്ലാഷ് കൊടുക്കുക. ഇനി നമുക്ക് കമന്റിന്റെ കോഡ് എഴുതാൻ പറ്റും. ദിസ് ഈസ് എ കമന്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കമന്റ് ആയിട്ട് അത് നടത്തും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഡിസ്പ്ലേ ആകത്തില്ല, നമുക്ക് ഇതിനകത്ത് കമന്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടെംപ്ലേറ്റിംഗ് എഞ്ചിനെ കുറിച്ച് പഠിക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലോ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.